എയർപോർട്ടിലേക്ക് ഇനി ആകാശപാത. രാമനാട്ടുകരയിൽ നിന്ന് 15 മിനിറ്റിൽ വിമാനത്താവളത്തിലെത്താം. കാലിക്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് രാമനാട്ടുകരയ്ക്കുള്ള നിർദ്ദിഷ്ട ആകാശപാത പണിക നിലവിലുള്ള പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ തന്നെയെന്ന് സൂചന. രാമനാട്ടുകര മുതൽ വിമാനത്താവളത്തിനടുത്ത് കൊളത്തൂർ വരെ 4 വരി പാതയ്ക്ക് വേണ്ടി DPR തയ്യാറാക്കുന്നതിന് ദേശീയപാത അതോറിറ്റി പഠനം തുടങ്ങിയിട്ടുണ്ട്. അത് അവസാന ഘട്ടത്തിലാണ്. അതിൽ എലിവേറ്റഡ് ഹൈവേയുടെ സാധ്യതകളും പഠിക്കും. 4 വരി പാത പണിയാൻ 12 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം. ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ടാണ് സ്ഥലമെടുപ്പ് നീണ്ട് പദ്ധതി തടസ്സപ്പെടുന്നതും അധിക സാമ്പത്തിക ബാധ്യത വരുന്നതുമൊക്കെ പരിഗണിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എലിവേറ്റഡ് ഹൈവേ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എലിവേറ്റഡ് ഹൈവേ ആകുമ്പോൾ സ്ഥലമെടുപ്പ് ഒട്ടും വേണ്ടിവരില്ല. രാമനാട്ടുകരയിലും കൊളത്തൂരിലും മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർക്ക് 15 മിനിറ്റ് കൊണ്ട് രാമനാട്ടുകരയിൽ നിന്ന് എയർപോർട്ടിൽ എത്താൻ കഴിയും. മറ്റു വാഹനങ്ങൾക്ക് നിലവിലുള്ള റോഡിലൂടെ തന്നെ പോകാം. ബസ്സുകളല്ലാത്ത ദീർഘദൂര യാത്രക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. എലിവേറ്റഡ് ഹൈവേ ഏതു രീതിയിലാണെന്ന ദേശീയപാത അതോറിറ്റിയുടെ സാധ്യതാ പഠനത്തിന് ശേഷമാണ് തീരുമാനിക്കുക. അതിനുശേഷമാണ് അലൈൻമെന്റ് നിശ്ചയിച്ച് DPR തയ്യാറാക്കുക. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ ഒരു വിമാനത്താവളത്തിലേക്കുള്ള ആദ്യ ആകാശപാതയായിരിക്കും ഇത്. അതോടൊപ്പം കോഹിനൂറിൽ നിന്ന് 4 വരി പാതയായി മറ്റൊരു എലിവേറ്റഡ് ഹൈവേ കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഗ്രീൻഫീൽഡ് ഹൈവേ ആയി നിർമ്മിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. 5.5 കിലോമീറ്ററാണ് കോഹിനൂറിൽ നിന്നുള്ള എലിവേറ്റഡ് ഹൈവേ. രാമനാട്ടുകരയിൽ നിന്ന് 9.6 കിലോമീറ്ററും.